ഹലോ, വെൽക്കം ടു രൂപാസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നല്ല എളുപ്പത്തിൽ നല്ല ടേസ്റ്റിയായ ഒരു കറിയാണ്. അതായത് നമുക്ക് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. അതെന്തെന്ന് വെച്ചാൽ പൊടിമാസാണ്. ഈ വാഴയ്ക്ക കൊണ്ട് പൊടിമാസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പമാണ് കേട്ടോ, 10 മിനിറ്റ് പോലും വേണ്ട. അതിന് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കർ അല്ലാതെ നമുക്ക് ഇത് സാധാരണ പാത്രത്തിലിട്ടും വേവിക്കാം. അത് ഒരു 10 മിനിറ്റ് ആവും വേകാനായിട്ട്. ഇതാകുമ്പോൾ ഒരു വിസിൽ വെച്ചാൽ മതി. ഒരു വിസിൽ വെച്ചിട്ട് നമുക്കതെടുത്ത് ഗ്രേറ്റ് ചെയ്ത് വേവിക്കണം. അപ്പോൾ ഞാൻ എത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വേവിക്കാം. അപ്പോൾ ഞാനിതാ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വിസിൽ കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കണ്ടോ, ഒരു വിസിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ സീമൊക്കെ പോയി. ഇപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ വാഴക്കയുടെ നിറമൊക്കെ മാറിയിട്ടുണ്ട്. കണ്ടോ, ഒരു വിസിൽ നമ്മൾ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് പുറത്തെടുത്ത് വെച്ചിട്ട് തണുത്ത ശേഷം ഇതിൻ്റെ തൊലിയൊന്ന് മാറ്റണം. നമ്മൾ സാധാരണ ഒരു പാത്രത്തിൽ ഇട്ട് വേവിക്കുകയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ഒരു 10 മിനിറ്റ് അത് വേവിക്കണം. എന്നിട്ട് ഏതെങ്കിലും ഈ കളർ മാറും, ഈ തൊലിയുടെ കളർ മാറുമ്പോൾ ഒരു സ്റ്റിക്ക് എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ അത് വെന്തോന്ന് നോക്കണം. അത് ഒട്ടിപ്പിടിക്കാതെ വരെയാണെങ്കിൽ വെന്തിട്ടുണ്ടെന്ന് അർത്ഥം. ഓക്കെ, നമ്മൾ കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. കുറച്ച് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തൊലിയൊക്കെ മാറ്റാം. അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. തണുക്കാനായിട്ട് നമ്മൾ കുറച്ച് തണുത്ത വെള്ളത്തിൽ ഇട്ടിരുന്നാൽ മതി. പെട്ടെന്ന് തന്നെ ഇത് തണുത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലിയൊന്ന് മാറ്റണം. കണ്ടോ, ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതുപോലെ നമ്മൾ വെജിറ്റബിളൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന ഇതുണ്ടല്ലോ, അതുകൊണ്ട് ഗ്രേറ്റർ, അത് വെച്ചിട്ട് നമുക്ക് ഈ വാഴയ്ക്കൊന്ന് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വീഴും. നമ്മൾ തേങ്ങ തിരുമുന്ന പോലെ ഇങ്ങനെ വീഴും. ഒരു വിസിൽ വെച്ചാൽ മതി, കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. കൂടുതലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുഴകുഴാന്നായിപ്പോയി. ഇതുപോലെ നമുക്ക് ഇങ്ങനെ കിട്ടത്തില്ല. അപ്പം ഞാൻ ഇത് രണ്ടും ഇതുപോലെ ചെയ്ത് വയ്ക്കാം. അപ്പം ഞാനത് മുഴുവനും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിനാവശ്യമായ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണ് അതും കൂടെ ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വാഴയ്ക്കൊന്നും ഇങ്ങനെ ചേർന്ന് പോകത്തില്ല. ഇതുപോലെ നല്ല ഉതിരിയായിട്ട് തന്നെ കിട്ടും. ഉപ്പ് വേണോ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ശകലം കൂടെ ചേർത്തോളാം. ഇതിന് പക്ഷേ കൂടുതൽ ഉപ്പ് ചേരത്തില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഓക്കെ, ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് കറക്റ്റായിട്ടുണ്ട് ഞാനിട്ടത്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് ഉപ്പ് ഇട്ടോണം. പെട്ടെന്ന് ഉപ്പ് കൂടും. എന്തെന്ന് വെച്ചാൽ നമ്മൾ പുളിയൊന്നും ചേർക്കുന്നില്ല ഈ കറിയിൽ. അതിനായിട്ട് ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഈ കറിക്ക് ടേസ്റ്റ് കേട്ടോ. വെളിച്ചെണ്ണ ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ഓയിൽ ചൂടാകട്ടെ. അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിൽ 1 ടീസ്പൂൺ കടുക്, എന്നിട്ട് 1.5 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടട്ടെ. ഇനിയിപ്പോൾ 2 വറ്റൽമുളക് ചേർക്കാൻ പോവുകയാണേ. അപ്പോൾ ഉഴുന്നുപരിപ്പൊന്ന് ചുമന്ന് കിട്ടണം. ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. 2 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, അത് കൂടെ ഇട്ട് കൊടുക്കും. ഈ കുറച്ച് വെച്ചിട്ട്
ഇത് വഴറ്റിയെടുക്കാം. ഇഞ്ചി ചേർക്കുമ്പോൾ ഇത് പ്രത്യേകം ഒരു നല്ല ഒരു മണം കിട്ടും. ചിലത് ഇഞ്ചിക്ക് പകരം കായപ്പൊടി ചേർക്കുന്നവരുണ്ട്, അങ്ങനെയും ചെയ്യാം. ഒന്ന് വഴണ്ടിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ശകലം ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളിയായാലും വലിയ സവാളായാലും ശകലം അരിഞ്ഞ് ഇതിൻ്റെ കൂടെ വഴക്കാം. പക്ഷെ ഞാനിപ്പോൾ അതങ്ങനെ ചെയ്യുന്നില്ല, അങ്ങനെയും ചെയ്യാം. നമ്മുടെ ഇഞ്ചി ഒന്ന് വഴണ്ട് കിട്ടണം. ഈ വാഴയ്ക്ക് നമ്മൾ റെഡിയാക്കി വെച്ചോണ്ടല്ലോ, അതൊന്ന് ഇത് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ചെയ്യുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് വന്ന് ആ തേങ്ങ നല്ല രീതിയിൽ ചൂടായി കിട്ടണം. ഒരു 2 മിനിറ്റ് ഒരു മൂടി വയ്ക്കുകയും ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്താലും മതി കേട്ടോ. അപ്പം നമ്മുടെ തേങ്ങയുടെ കുറച്ച് പച്ച ചുവ മാറി കിട്ടും. വാഴയ്ക്ക നമ്മൾ വേവിച്ച് ഉപ്പൊക്കെ ഇട്ടതാണല്ലോ. എണ്ണ വേണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ചേർത്തോളൂ കേട്ടോ. നോക്കട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇഞ്ചി, പച്ചമുളക്, വെളിച്ചെണ്ണ റെഡിയായി. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണേ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, നമ്മുടെ വാഴയ്ക്ക പൊടിമാസം ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. സമയം 10 മിനിറ്റ് പോലും നമുക്ക് ആവശ്യമില്ല. ആ വാഴയ്ക്ക ഒരു വിസിൽ കുക്കറിൽ വേവിക്കണം, ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ കടുവറുത്ത് വെക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നല്ല എളുപ്പത്തിലുള്ള ഈ വാഴയ്ക്ക പൊടിമാസം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, താങ്ക് യു.